സ്റ്റേഷനിൽ അവർക്ക് എന്തോ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ 3 മണിക്ക് അവൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ICയുടെ അത് തിങ്കളാഴ്ച അതിനും പങ്കെടുക്കും. അത് വേദാന്ത ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയതിനെ പറ്റിയിട്ടുള്ള ഒരു നോട്ടീസിനെ തന്നിരിക്കുന്നത്. ചോദിച്ചറിയാം. കേസ് ആയിട്ടില്ലല്ലോ, കേസൊക്കെ ആയി വരുമ്പോഴല്ലേ നമുക്ക് അപ്പൊ അതിനെപ്പറ്റി ആലോചിക്കാം. ഇങ്ങനെ കുറെ ഓരപ്പാമ്പുകളല്ലേ, അതൊക്കെ വരിട്ടാവാം. അത് കഴിഞ്ഞിട്ട് കേസ് ആകുമ്പോ നമുക്ക് വക്കീലിനായിട്ട് ബന്ധപ്പെടാം. നോക്കൂ, ഈ വാശിയോട് കൂടിയിട്ട് നമ്മുടെ ഷൈൻ ടോം ചാക്കോയ്ക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ ഇന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം ഒരു അപകടത്തിൽ ഈ ഒരു മനുഷ്യൻ മരിച്ചുപോയി. സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോ ഇഷ്ടപ്പെടുന്നവരോ ഇല്ലാത്തവരെല്ലാവരും ഒരു നിമിഷത്തിൽ ഒന്ന് വിഷമിച്ചു പോയ സന്ദർഭമായിരുന്നു. അയ്യോ എന്ന് എല്ലാവരുടെയും ഒരു മനസ്സിലൊരു ആന്തൽ വന്നിരിക്കാം. സ്വാഭാവികമായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാ പ്ലാറ്റ്ഫോമിലും ഈ ഒരു മരണ വാർത്ത കാട്ടി തീ പോലെ പടർന്നു. അങ്ങനെ ഒരു മനുഷ്യൻ ഒരു പോസ്റ്റ് ഇട്ടു, ഷൈൻ ടോം ചാക്കോയ്ക്ക് വാഹനാപകടം, പുള്ളിക്ക് പരിക്കുണ്ട്, അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ താഴത്ത് കമന്റിൽ വന്ന ഒരു കമന്റ് സുഹൃത്തെ ഇങ്ങനെയായിരുന്നു: ഈ ഫോട്ടോ കാണുമ്പോൾ ചിരി വരുന്നത് എനിക്ക് മാത്രമാണോ? സുഹൃത്തെ, നമ്മുടെ ഷൈൻ ടോം ചാക്കോയുണ്ട്, അനിയനുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഈ ഫോട്ടോ കാണുമ്പോൾ ജയാചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾക്ക് ചിരിയാണ് വന്നത്. എന്ത് മാനസികാവസ്ഥയാണ് കൊണ്ട് നടക്കുന്ന ഈ പറയുന്ന ആളുകളെന്ന് എനിക്ക് പിടുത്തമില്ല. ഇത് ഒരു ചിരിയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അങ്ങനത്തെ ഒരുപാട് ചിരികൾ, ഒരുപാട് വൃത്തികെട്ട കമന്റുകളുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒരാള് മയക്കുമരുന്ന് അടിച്ച് ഓടിച്ചു കാണും, ഇനി കുറച്ചു നാൾ വീട്ടിലിരിക്കട്ടെ, അഹങ്കാരം കുറച്ച് കുറയട്ടെ. ഇതാണ് ഒരാൾ കമന്റ് അടിച്ചിരിക്കുന്നത്. കഞ്ചാവ് കേസിൽ പിടിച്ച് കുറച്ചു നാളത്തേക്ക് അകത്തിട്ടിരുന്നു, എങ്കിലും ഈ അപകടം എങ്കിലും ഒഴിവാക്കാമായിരുന്നു, കഷ്ടം. ഗുരുവിന്റെ കമന്റാണ്, ഓ ഈ തായോളി ചത്തില്ല. വേറൊരുത്തൻ, ആ അച്ഛൻ മരിക്കണ്ടായിരുന്നു, ആ ഗഞ്ചനായിരുന്നെങ്കിൽ. നടനോ ആരുടെ ഒന്ന് പോടാ കഞ്ചാവ്. വേറെന്താണ്, ഇവനെ ഇപ്പോൾ ചൂടോടെ ചെക്ക് ചെയ്യാൻ പറ എന്ന് വേറെ കമന്റ്. എൻ്റെ സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാലും മനുഷ്യന്മാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ളതാണ്. മയക്കുമരുന്ന് അടിച്ചോടിച്ചാണ്, ഇനി കുറച്ചു നാൾ വീട്ടിലിരിക്കാം, അഹങ്കാരം കുറച്ച് കുറയട്ടെ. നോക്കൂ, ഒരു നടന്റെ ഈ കമന്റ് അടിച്ചവന്മാരൊന്ന് വീട്ടിൽ കയറിയിട്ട് നമ്മുടെ ഷൈൻ ടോം ചാക്കോ മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാരൊന്നും വീട്ടിൽ കയറിയിട്ട് മയക്കുമരുന്ന് കഴിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈ കമന്റ് അടിക്കുന്നവന്മാരുടെ വീട്ടുകാർക്കോ അവരെ പെങ്ങന്മാർക്കോ ആങ്ങളമാർക്കോ ആർക്കൊന്നും ഷൈൻ ടോം ചാക്കോ പോയിട്ട് മോനെ കുറച്ച് കഞ്ചാവ് തിന്നോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല. എന്നിട്ടും ഇവരൊന്നും ജീവിതത്തിലേക്ക് പ്രത്യക്ഷമായിട്ട് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനോ അദ്ദേഹത്തിന്റെ അച്ഛനോ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ലാതിരുന്നിട്ടും ഒരു മരണ വാർത്ത കേൾക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കമന്റുകളൊക്കെ അടിക്കാൻ കഴിയുന്നത്? നോക്കൂ, ഇപ്പൊ ഒരു പുതിയ സംഗതി വന്നിട്ടുള്ളത് ആര്യൻ രമണി ഗിരിരാജ വല്ലഭ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു വാക്കാണ്. അത് ഇങ്ങനെയാണ്: കുത്തുവാക്കുകൾ കൊണ്ട് റീത്ത് വെക്കുന്നവർക്ക് വേണ്ടത് ചികിത്സയാണ്. തീർച്ചയായിട്ടും ഇത് വൃത്തികെട്ട ഒരു എന്താ പറയാ ഒരു സമയം എന്നൊക്കെ പറയേണ്ടി വരും. ഏറ്റവും മോശം സമയത്ത് പോലും ആ ഒരു നടനോടൊപ്പം നിൽക്കാൻ കഴിയാത്ത കുത്തുവാക്കുകൾ മാത്രം പറയുക. നീ വണ്ടി ഓടിച്ചത്, അവനല്ല വണ്ടി ഓടിച്ചത്, ഷൈൻ ടോം ചാക്കോ പുറകിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അവന്റെ ചികിത്സയ്ക്ക് വേണ്ടി പോവുമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഷൈൻ ടോം ചാക്കോ ഇപ്പൊ ചികിത്സയിലാണ്. നിരന്തരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടേഴ്സിനെ പോയി കാണണം. അവൻ അതിൽ തയ്യാറാകുന്നു. അവൻ വീണ്ടും പഴയ ആ ഒരു നല്ല രീതിയിലേക്കും നല്ല പെരുമാറ്റ രീതിയിലേക്കും മറ്റൊക്കെ മയക്കുമരുന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി നിരന്തരം ചികിത്സയ്ക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണ്. അതിന് തയ്യാറായിട്ട് അതിൽ നിന്ന് മാനസികമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമായിട്ട് ഫാദറും മദറും അനിയനും ഒക്കെ ആയിട്ടാണ് പോണേ. ഇവന് ഒറ്റയ്ക്ക് അനിയനും ഇവര് മാത്രമായിട്ടല്ല, ഒരു കുടുംബമായിട്ടാണ് ഡോക്ടറെ കാണാൻ പോകുന്നത്. അപ്പൊ അവരൊരു കെട്ടുറുപ്പെന്ന് ആലോചിച്ച് നോക്കിയേ. ആ അച്ഛൻ ആ ഒരു മകന് വേണ്ടി എത്രത്തോളം ശക്തമായിട്ട് നിലനിന്നിരുന്നേ. നമുക്ക് പഴയ കാലത്തെ ഇദ്ദേഹത്തിന്റെ വീഡിയോസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, മകന് വേണ്ടി ശക്തമായി നിലകൊണ്ട ഒരു മനുഷ്യനാണ്. ഇതൊക്കെ വെറും ഓലപ്പാമ്പല്ലേ, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വരും. ഒരു 10 വർഷം മുമ്പാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് ആദ്യമായിട്ടൊരു കേസ് വരുന്നത്. അന്ന് ആ കേസ് കഴിഞ്ഞ് നമ്മളെല്ലാവരും അത് ഒഴിവാക്കി. നമുക്ക് ആ കേസിന്റെ വാർത്ത എങ്ങനെയാണ്:
മയക്കുമരുന്ന് കേസിൽ തന്റെ മകനെ കുടുക്കിയതാണെന്ന് ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ തൃശൂരിൽ പറഞ്ഞു. ബ്ലസ്സിയാണ് മകനെ കുരുക്കിയത്. സിനിമാ ചർച്ചയ്ക്ക് മകനെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയത് അവരാണ്. മകന്റെ അറസ്റ്റ് അന്വേഷണ സംഘം അറിയിച്ചിട്ടില്ല. ടിവിയിലൂടെയാണ് വിവരം അറിഞ്ഞതെന്നും പിതാവ് പറഞ്ഞു. അതിന് മനഃപൂർവ്വം ഇതിൽ കുടുക്കിയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ നിഗമനത്തിൽ എത്തുന്നത്. എന്താണെന്ന് വെച്ചാൽ അവൻ ഇതൊന്നും ഉപയോഗിച്ചിട്ടുമില്ല, ഉപയോഗിക്കാറുമില്ല. വീട്ടിലൊക്കെ മാസങ്ങളോളം കൂടെ വീട്ടിലിരിക്കുമ്പോൾ സിഗരറ്റ് പോലും അവൻ വലിക്കുന്നത് കണ്ടിട്ടില്ല. മെസ്സി വിളിച്ചിട്ട് ഒരു പുതിയൊരു പ്രൊജക്ടിനെ പറ്റി സംസാരിക്കാനെന്ന് പറഞ്ഞിട്ടാണ്. എന്നാൽ ഇങ്ങനെ ബ്ലസ്സിക്കെതിരെ അന്ന് അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തൊക്കെയായാലും നിരന്തരമായിട്ടൊരു 10 വർഷത്തെ കോടതി കയറിറങ്ങിയിട്ട് തൻ്റെ മകന് എന്താ പറയുക, ആ ഒരു കേസിൽ നിന്ന് പരിപൂർണമായിട്ട് വിടുതൽ ഏറ്റുകൊടുത്ത ഒരു മനുഷ്യനാണ്. തൻ്റെ മകന് വേണ്ടി അത്രയേറെ കഷ്ടപ്പെട്ട ഒരു അച്ഛനാണ്. ആ ഒരു അച്ഛനാണ് നമ്മുടെ ഇദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത്. ഇപ്പോഴിതൊരു പുതിയ കേസ് വന്നിട്ടും ഇതൊക്കെ വെറും ഓലപ്പാമ്പല്ലേ, കേസൊന്നും ആയിട്ടില്ല, നമുക്ക് കാണാം, നമ്മൾക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞൊരു അച്ഛനാണ്. തനിക്ക് കേസ് വന്ന സമയത്ത് അച്ഛനെ കരഞ്ഞപ്പോൾ അതാണ് തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചെന്ന് പറഞ്ഞൊരു മകനായിട്ട് നമ്മുടെ ഷൈൻ ടോം ചാക്കോയുണ്ട്. അവരൊക്കെ അഡ്മിറ്റ് ചെയ്യുന്നു, അവരത് ഉപയോഗിച്ചിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് ആഗ്രഹമുണ്ട്, അവർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഇടപെടാത്ത ഒരു മനുഷ്യന്റെ അച്ഛൻ മരിച്ചപ്പോൾ അതിന് താഴത്ത് പോയിട്ട് ഇത്രയും അശ്ലീലപരമായിട്ടുള്ള ഒരു മനുഷ്യ മനസാക്ഷിക്ക് ഒരിക്കലും നിരക്കാൻ സാധിക്കാത്ത, ആലോചിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള കമന്റ് ഇടാൻ പോകുന്ന ആളുകൾ നമ്മൾ എന്ത് പറയണം? സുഹൃത്തുക്കളെ, ഇത്രയും നാടുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കുക. ബൈ.